നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് യുവതലമുറയെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, അതും ഇന്ത്യയിൽ, ഈ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഇത്രയധികം കൂടി വരുന്നത്? ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അപകടത്തിൽപ്പെടുന്നത്? എന്താണ് ശരിക്കുള്ള പ്രശ്നം? കാരണങ്ങൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ തടയാൻ പറ്റും? നമുക്ക് എന്താ പറയാ, ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ വിഷയം നമ്മളിപ്പോൾ ഇത്ര ഗൗരവമായിട്ട് കാണാനൊരു പ്രധാന കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ചില വാർത്തകളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയിയുടെ അനുഭവം. ഹൃദ്രോഗ ചികിത്സയിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ആളാണ്. വെറും 39 വയസ്സ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. നല്ല ആരോഗ്യവാനെന്ന് എല്ലാവരും കരുതിയ ഒരു ഡോക്ടർ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം വന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. ഇത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? തീർച്ചയായും. ആ ഡോക്ടർ റോയിയുടെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, പ്രായം അല്ലെങ്കിൽ പുറമേ കാണുന്ന ആരോഗ്യം, എന്തിനാ ആ വിഷയത്തിലുള്ള അറിവ് പോലും, ഇതൊന്നും ഒരു പൂർണ്ണ സുരക്ഷ നമുക്ക് തരുന്നില്ല. ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കും. കാരണം എന്താ? പലപ്പോഴും ഇവർക്ക് യാതൊരു മുന്നറിയിപ്പോ ലക്ഷണങ്ങളോ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കാണാറില്ലേ, സ്ഥിരമായി ജോഗിംഗ് ചെയ്യുന്നവർ, സൈക്കിൾ ഓടിക്കുന്നവർ, ജിമ്മിലൊക്കെ പോകുന്നവര്. അതെ, നമ്മൾ വിചാരിക്കും, ആഹാ, ഇവരൊക്കെ എന്ത് ഫിറ്റാണ്, പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് നമ്മളങ്ങ് ധരിക്കും. പക്ഷേ ഉള്ളിലെ അവസ്ഥ ചിലപ്പോൾ ആകെ വ്യത്യസ്തമായിരിക്കും. അതെ, പുറമേ കാണുന്ന ആ ഫിറ്റ്നസ് അതല്ല ശരിക്കുള്ള ആരോഗ്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാം. ചിലപ്പോൾ അത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അതിൻ്റെ നില ചിലപ്പോൾ കൂടുതലായിരിക്കും. പ്രമേഹം ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കാം. പിന്നെ പാരമ്പര്യം, ഹൃദ്രോഗത്തിനുള്ള സാധ്യത ചിലപ്പോൾ പാരമ്പര്യമായിട്ടുണ്ടാകാം. അതൊന്നും അല്ലെങ്കിൽ ഒരു ലക്ഷണവും കാണിക്കാതെ ഹൃദയധമനികളിൽ ബ്ലോക്കുകൾ അത് രൂപപ്പെടുന്നുണ്ടാകാം. ഇതൊക്കെയാണ് പലപ്പോഴും ഈ സൈലന്റ് കില്ലർ, നിശബ്ദ കൊലയാളികളായി മാറുന്നത്. അതെ, നമ്മളെ കണക്കുകളിലേക്ക് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാണെന്ന് മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ടുകളെ പറയുന്നതനുസരിച്ച് ലോക ശരാശരി നമ്മൾ എടുത്താതെ മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് ഹൃദയാഘാതം വരുന്ന പ്രായമില്ലേ, അതിനേക്കാളും ഏകദേശം ഒരു 10 വർഷം മുൻപേ ഇന്ത്യക്കാർക്ക് ഹൃദയാഘാതം വരുന്നു. 10 വർഷം? അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ. അല്ലേയല്ല, 10 വർഷമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാലയളവാണ്. പിന്നെ ഇന്ത്യയിലെ മൊത്തം ഹൃദ്രോഗ മരണങ്ങൾ എടുത്താൽ അതിൽ പകുതിയിലധികവും 50 വയസ്സിന് താഴെയുള്ളവരിലാണ്. അതാണ് സ്ഥിതിയുടെ ഗൗരവം കൂട്ടുന്നത്. 50 വയസ്സിന് താഴെ എന്ന് തന്നെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. 4-ൽ 1 ഹൃദയാഘാതങ്ങൾ, അതായത് 25%, അത് 40 വയസ്സിന് താഴെയുള്ളവരിലാണ് കാണുന്നതെന്ന്. അതെ, ജീവിതത്തിന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പ്രായത്തിൽ അപ്പോൾ തന്നെ ഹൃദയം പണിമുടക്കുന്നു. ഇത് വ്യക്തികളെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെ, സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു പ്രശ്നം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ഇത് ഇത്ര രൂക്ഷമാവുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതശൈലി അത് തന്നെയാണ് ഇതിലെ പ്രധാന വില്ലനെന്ന് പറയാം. ഇന്നത്തെ തലമുറയുടെ വ്യായാമക്കുറവ് അതൊരു വലിയ ഘടകമാണ്. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി, ശാരീരിക അധ്വാനം തീരെയില്ലാത്ത ഒരവസ്ഥ. ഇതിന്റെ കൂടെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വരുന്നു. ഫാസ്റ്റ് ഫുഡ് എളുപ്പത്തിൽ കിട്ടും, പക്ഷേ പോഷകഗുണമൊന്നും ഉണ്ടാവില്ല. പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, പിന്നെ ഉപ്പും പഞ്ചസാരയും കൊഴുപ്പുമൊക്കെ ഒരുപാടടങ്ങിയ സ്നാക്കുകൾ, ഇതിന്റെ ഒക്കെ ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ട്. ശരിയാണ്. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ തിരക്കിട്ട ജീവിതമില്ലേ, അതിനിടയിൽ പലപ്പോഴും എന്താണോ എളുപ്പത്തിൽ കിട്ടുന്നത് അത് കഴിക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, മാനസിക സമ്മർദ്ദം, പഠിത്തം, പിന്നെ ജോലിയിലെ ടെൻഷൻ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു സ്ഥിരമായ മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നുണ്ട്. ഈ സ്ട്രെസ് അത് നേരിട്ട് ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. ദീർഘകാലം ഇങ്ങനെ മാനസിക സമ്മർദ്ദമുണ്ടാവുമ്പോൾ ശരീരത്തിലെ ഹോർമോണുകളുടെ ബാലൻസ് തെറ്റും. അത് രക്തസമ്മർദ്ദം കൂടാൻ, ഹൃദയമിടിപ്പ് കൂടാൻ ഇതിനൊക്കെ കാരണമാകും. ഉറക്കക്കുറവ് അതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. രാത്രി വൈകിയും മൊബൈലിൽ നോക്കിയിരിക്കുക, ലാപ്ടോപ്പിൽ ജോലി ചെയ്യുക. ഷിഫ്റ്റ് ജോലിക്കാർ. അതെ,
ഷിഫ്റ്റ് ജോലികൾ, ആവശ്യത്തിന് സമയം ഉറങ്ങാതിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്വാഭാവിക താളമുണ്ട്, സിർക്കേഡിയൻ റിതം എന്ന് പറയും. അതിനെ തടസ്സപ്പെടുത്തും. അത് ഹൃദയത്തിന് കൂടുതൽ ഭാരം കൊടുക്കും. ഒരു ദിവസം ശരാശരി ഒരു 7-8 മണിക്കൂർ നല്ല തുടർച്ചയായ ഉറക്കം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ വിവരങ്ങളിൽ നിന്ന് എനിക്കൊരു കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. നോർമൽ വെയ്റ്റ് ഒബീസിറ്റി കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങളെ പുറമെ നിന്ന് നോക്കുമ്പോൾ വലിയ തടിയൊന്നും കാണില്ല. നിങ്ങളുടെ BMI ഒക്കെ ചിലപ്പോൾ നോർമലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും, പ്രത്യേകിച്ച് വയറിനകത്ത്, അപകടകരമായ അളവിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. വിസറൽ ഫാറ്റ് എന്ന് പറയും. ഇത് പുറമെ നിന്നറിയാൻ പറ്റില്ല. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. ഈ ആന്തരിക കൊഴുപ്പില്ലേ, ഈ വിസറൽ ഫാറ്റ്, അത് വെറുമൊരു കൊഴുപ്പല്ല. അത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ, അതായത് മെറ്റബോളിസത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ കൊഴുപ്പ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂട്ടും. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂട്ടാം, BP കൂട്ടാം. ശരീരത്തിൽ ഒരു തരം നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ എന്ന് പറയും, അതുണ്ടാക്കാനും ഇത് കാരണമാകും. ഇതെല്ലാം ഹൃദ്രോഗത്തിലേക്കുള്ള വഴികളാണ്. അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കരുതരുത്. ഇവിടെയാണ് നമ്മൾ ആ ഡോക്ടർമാരെ പോലുള്ളവർ പോലും ഇതിന് ഇരയാകുന്നതിലെ ഒരു വിരോധാഭാസം കാണുന്നത്. ഒരുപക്ഷെ അവരുടെ തിരക്കേറിയ ജീവിതം, അത് കാരണം അവർക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യസമയത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. നല്ല മാനസിക സമ്മർദ്ദവും ഉണ്ടാകാം. ആ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ആരോഗ്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. പ്രതിരോധ മാർഗങ്ങൾ, അത് എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അതെ. പ്രതിരോധമെന്ന് പറയുന്നത് അതൊരു തിരഞ്ഞെടുപ്പാണ്. ഈ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കേട്ട് പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന താരതമ്യേന ലളിതമായ ചില മാറ്റങ്ങൾ, അതിലൂടെ ഈ അപകട സാധ്യതയെ വലിയൊരളവിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക്, അതായത് ഈ കേൾക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധ മാർഗങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ഏറ്റവും ആദ്യം പറയേണ്ടത് വ്യായാമം തന്നെയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ചിട്ടയായ വ്യായാമം, അതൊരു ശീലമാക്കണം. ഒരു ഭാരമായിട്ട് കാണരുത്. നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു നിക്ഷേപമായിട്ട് കാണണം. ദിവസവും ഒരു കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എയറോബിക് വ്യായാമം. വേഗത്തിലുള്ള നടത്തമാകാം, സൈക്കിൾ ഓടിക്കാം, ജോഗിംഗ്, നീന്തൽ, അല്ലെങ്കിൽ ഡാൻസ്. ഇവയെല്ലാം നല്ലതാണ്. ഇത് ഹൃദയപേശികളെ ബലപ്പെടുത്തും, രക്തചംക്രമണം കൂട്ടും, BP, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അമിതമായ വ്യായാമം, പ്രത്യേകിച്ച് മുൻപരിചയമില്ലാത്തവർ പെട്ടെന്ന് ഭയങ്കര കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത്, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മിതമായ എന്നാൽ സ്ഥിരമായ വ്യായാമം, അതാണ് പ്രധാനം. വ്യായാമത്തിന്റെ കാര്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ പരിശോധനകൾ. ഇത് പലരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, എനിക്കെന്ത് കുഴപ്പം എന്നൊരു ചിന്തയിൽ ഇത് പൂർണ്ണമായി ഒഴിവാക്കാറാണ് പതിവ്. നിങ്ങൾക്ക് അവസാനമായിട്ട് എപ്പോഴാണ് ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് നടത്തിയതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലക്ഷണങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഈ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയില്ലേ, അത് നിർബന്ധമായും ചെയ്യണം. ഈ വിവരങ്ങൾ അനുസരിച്ച് ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ ഹൃദ്രോഗത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ അതിനു മുൻപേ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ നോക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, അതായത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെയും മറ്റു കൊഴുപ്പുകളുടെയും അളവ്. പിന്നെ ബ്ലഡ് ഷുഗർ, പ്രമേഹ സാധ്യത അറിയാൻ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു ബേസിക് ECG എടുക്കുന്നത് നല്ലതാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാൻ, ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്കോ കാർഡിയോഗ്രാം, ഹൃദയത്തിന്റെ ഒരു സ്കാനാണത്, അതും ചെയ്യാം. ഇത് മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സഹായിക്കും. ചെക്കപ്പുകളുടെ കാര്യം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊന്നാണല്ലോ ഈ സ്ട്രെസ്, സമ്മർദ്ദം. പഠിത്തം, ജോലി, കുടുംബം, സമൂഹം, എല്ലായിടത്തു നിന്നും പ്രഷറുണ്ട്. ഈ സമ്മർദ്ദം എങ്ങനെ മാനേജ് ചെയ്യാം? അതിൻ്റെ കൂടെ ആവശ്യത്തിന് റെസ്റ്റ്,
അതെങ്ങനെ ഉറപ്പാക്കാം? സമ്മർദ്ദം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ചിലപ്പോൾ അത് ഹോബികളാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊപ്പം കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നത്, യാത്രകൾ, പിന്നെ ഈ ശ്വാസമെടുക്കുന്ന വ്യായാമങ്ങളില്ലേ, ബ്രീത്തിങ് എക്സസൈസ്, ധ്യാനം, യോഗ, ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ ഭയങ്കര എഫക്റ്റീവാണ്. ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി, വലിയ വ്യത്യാസം കാണാം. അതുപോലെ പ്രധാനമാണ് മതിയായ ഉറക്കം. നേരത്തെ പറഞ്ഞ പോലെ 7-8 മണിക്കൂർ നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം, അത് ലക്ഷ്യം വെക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഈ മൊബൈൽ, ലാപ്ടോപ്പ്, TV ഇതിൻ്റെയൊക്കെ ഉപയോഗമൊന്ന് നിർത്തിയാൽ നല്ല ഉറക്കം കിട്ടാൻ അത് സഹായിക്കും. ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് അത്യാവശ്യമാണ്. ശരിയാണ്. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ, നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾ എന്ന്. അപ്പോൾ ഹൃദയാരോഗ്യത്തിന് നല്ലൊരു ഭക്ഷണക്രമം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഈ വിവരങ്ങളിലൊക്കെ എന്താണ് പറയുന്നത്? സമീകൃതാഹാരം അത് തന്നെയാണ് പ്രധാനം. നിങ്ങളുടെ ഡയറ്റിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും വേണം. പല നിറത്തിലുള്ളവ കഴിക്കാൻ ശ്രമിക്കണം. കാരണം ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ധാന്യങ്ങൾ എടുക്കുമ്പോൾ തവിട് കളയാത്തവ, അതായത് ഹോൾ ഗ്രെയിൻസ്, ഓട്സ്, തവിടുള്ള അരി, മുഴുഗോതമ്പ് അങ്ങനെയുള്ളവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി കൊഴുപ്പ് കുറഞ്ഞ മാംസം, ചിക്കൻ ബ്രസ്റ്റൊക്കെ, പിന്നെ മത്സ്യം, പ്രത്യേകിച്ച് മത്തി, അയല പോലുള്ള മീനുകൾ, അതിൽ ഒമേഗ 3 ഉണ്ട്. പിന്നെ പയർവർഗ്ഗങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നല്ലതാണ്. ആരോഗ്യകരമായ കൊഴുപ്പിന് നട്ട്സ്, ബാദാം, വാൾനട്ട്, പിന്നെ ചില വിത്തുകൾ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അവോക്കാഡോ, ഇതൊക്കെ മിതമായ അളവിൽ കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കേണ്ടത്, ഈ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളാണ്. പാക്കറ്റിൽ വരുന്ന സ്നാക്കുകൾ, ചിപ്സ്, ബിസ്ക്കറ്റ്, റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ ഒരുപാട് ഉപ്പും അനാരോഗ്യകരമായ കൊഴുപ്പുകളും ഉണ്ടാകാം. മധുരമുള്ള പാനീയങ്ങൾ, സോഡ, പാക്കറ്റ് ജ്യൂസ്, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഉപ്പിൻ്റെ ഉപയോഗം നന്നായി കുറയ്ക്കണം. അത് BP കൂട്ടും. പാചകം ചെയ്യുമ്പോൾ കുറയ്ക്കുക, പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ട്രാൻസ് ഫാറ്റ്സ്, വറുത്തതും പൊരിച്ചതും ബേക്കറി സാധനങ്ങൾ, വനസ്പതിയിലുണ്ടാക്കിയത്, അതൊക്കെ ഹൃദയത്തിന് വളരെ ദോഷമാണ്. അതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് മൈദ, വെള്ള അരി, പഞ്ചസാര, ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി, പക്ഷേ അത് വലിയ ഗുണം ചെയ്യും. ശരിയാണ്. അവസാനമായിട്ട് ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്. പലപ്പോഴും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്തെങ്കിലും നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ വന്നാൽ, ഇത് ഗ്യാസ് ആയിരിക്കും എന്ന് കരുതി അങ്ങ് വിട്ടുകളയും. ഇതെത്രത്തോളം അപകടം പിടിച്ചതാണ്? ഏതൊക്കെ ലക്ഷണങ്ങളെയാണ് നമ്മൾ ശരിക്കും ഗൗരവമായിട്ട് കാണേണ്ടത്? ഇത് വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് താങ്കൾ ചോദിച്ചത്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ അതെല്ലാവരിലും ഒരുപോലെ ആകണമെന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളിലും പ്രമേഹ രോഗികളിലുമൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം. സാധാരണയായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ പറയാം. നെഞ്ചിന്റെ നടുക്കോ ഇടതുഭാഗത്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു ഭാരം കയറ്റിവെച്ച പോലെയോ, ഒരു മുറുപ്പം പോലെയോ, അല്ലെങ്കിൽ വേദന. ഈ വേദന ചിലപ്പോൾ തോളിലേക്ക്, കൈയിലേക്ക്, പ്രത്യേകിച്ച് ഇടത്തെ കൈയിലേക്ക്, കഴുത്തിലേക്കോ താടിയെല്ലിലേക്കോ ഒക്കെ പടരാം. ശ്വാസമുട്ടൽ, വല്ലാത്ത ക്ഷീണം, തലകറക്കം, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ശരീരം തണുത്തു വിയർക്കുക, ഇതൊക്കെ ലക്ഷണങ്ങളാകാം. ചിലപ്പോൾ നെഞ്ചെരിച്ചിൽ പോലെയും തോന്നാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നനുഭവപ്പെട്ടാൽ, അത് എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. വൈകരുത്. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അത് ഗ്യാസ് ആയിരിക്കുന്നു എന്ന് സ്വയമങ്ങ് തീരുമാനിക്കരുത്, അല്ലേ? ഒരിക്കലും അരുത്. സമയം കളയരുത്. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ആ ഡോക്ടർ ഗ്രാഡ്ലിൻ റോയെ പോലുള്ളവരുടെ അനുഭവങ്ങൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിലും ആരോഗ്യത്തിന് ഒരു മുൻഗണന കൊടുക്കണം. അമിതമായി അധ്വാനിക്കുന്നതല്ല കാര്യം. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരുന്നതാണ് പ്രധാനം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ നോക്കുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഇതൊരു ജീവിത രീതിയുടെ മാറ്റം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതിനെ വലിയൊരു ഭാരമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ലളിതമായ കാര്യങ്ങൾ അത് സ്ഥിരമായി ചെയ്യുക, അതാണ് പ്രധാനം.
ദിവസവും കുറച്ചുനേരം നടക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊരു ബോധ്യം വേണം. ആവശ്യത്തിനുറങ്ങുക, നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, അത് തരുന്ന സൂചനകളെ അതിനെ അവഗണിക്കരുത്. ഈ മാറ്റങ്ങളെ ഒരു ഭയത്തോടെയല്ല കാണേണ്ടത്, മറിച്ച് അറിവോടും ഒരു സ്നേഹത്തോടും കൂടി നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമായിട്ട് കാണുക. നിങ്ങളുടെ ആരോഗ്യം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾക്ക് എന്തു മാറ്റം വരുത്താൻ പറ്റും? അവസാനമായിട്ടൊരു ചിന്ത പങ്കുവയ്ക്കട്ടെ. നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും അത് വളരെ വിലപ്പെട്ടതാണ്. അശ്രദ്ധ കൊണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കാം. പകരം നല്ല ആരോഗ്യകരവും ബോധപൂർവമായ ഒരു ജീവിതത്തിലൂടെ ഓരോ മിടിപ്പും നമുക്ക് ആഘോഷമാക്കാം. ഇന്ത്യയിലെ യുവത്വം അത് വെറും അതിജീവനത്തിനപ്പുറം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തഴച്ചു വളരട്ടെ. ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. നിങ്ങൾക്ക് theopenmicpodcasts@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.